ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഭയവും ഉത്കണ്ഠയും കാരണം വേദനിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ സമാധാനം ഈ രാത്രിയിൽ ഉണ്ടാകാനായി ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കുമെതിരായ ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നിലവിളിക്കാം. കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ടെൻഷനിൽ നിന്നും അവർക്ക് പൂർണ്ണ മോചനം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാവി അനിശ്ചിതത്വത്തിലായ നമ്മുടെ യുവജനങ്ങളുടെ മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും അകറ്റാൻ, ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആകുലതകൾ, മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ഈ രാത്രിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും വിടുതൽ ലഭിക്കുവാൻ, കർത്താവ് ഇടപെടുന്നതിനും അവിടെ സമാധാനമുണ്ടാകുന്നതിനും വേണ്ടി ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എൻ്റെ അരികിലുണ്ട്, അവിടുന്ന് എന്നെ സഹായിക്കും എന്ന ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഫിലിപ്പിയർക്കുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ രാത്രി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഭാരപ്പെട്ട ഹൃദയത്തോടെ, വേദനിക്കുന്ന മനസ്സോടുകൂടി വരുന്നു. ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ഭയവും ഉത്കണ്ഠയും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ യുവതലമുറകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ വേദന, ആകുലത, ദുഃഖം, ആശങ്കകൾ എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിന്റെ കുരിശു മരണത്തിലൂടെ സകല അതിക്രമങ്ങളെയും സകല അന്യായങ്ങളെയും മറികടന്ന് നീ ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിച്ചു. എല്ലാ നുണകളെയും അതിജീവിച്ച് നീ ഈ ലോകത്തിൽ സത്യം, സമാധാനം ഇവ സ്ഥാപിച്ചു. കർത്താവെ, ഇന്ന് അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ സത്യത്തിലും സമാധാനത്തിലും ഈ ലോകം നിറയാൻ, ഞങ്ങൾ ഓരോരുത്തരും നിറയാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയാൻ, ഞങ്ങളുടെ രാജ്യം നിറയാൻ, ഈ രാജ്യത്തുള്ള സകലരും നിറയാൻ കർത്താവേ, നീ തന്നെ ശക്തമായി ഇടപെടണമേ. നിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ നിന്റെ ശക്തിക്ക് അതീതമായ യാതൊന്നും ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ തന്നെ സംഭവിച്ചിട്ടില്ല. അതിനാൽ ദൈവമേ, എല്ലാത്തിൻ്റെയും നിയന്താവായ കർത്താവേ, ഈ രാത്രിയിൽ ഈ ലോകം മുഴുവനും നീ സമാധാനം സ്ഥാപിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ, ഭവനത്തിൽ നിന്റെ സമാധാനം നിറയ്ക്കണമേ. എല്ലാ ഉത്കണ്ഠകളെയും ഭയത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ ചിന്തകളെയും സമർപ്പിക്കുന്നു. നാളത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അങ്ങേ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഭാരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും എന്നോടൊപ്പം എൻ്റെ ദൈവമുണ്ട് എന്നും വിശ്വസിക്കാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ. ഈശോയെ, എൻ്റെ ഉറക്കം കവർന്നെടുക്കുന്ന ഓരോ ചിന്തയെയും ഈ രാത്രിയിൽ അങ്ങയുടെ കുരിശിങ്കലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങളുടെ മനസ്സിനെ പുതുക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ പ്രത്യാശയാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സ്വർഗീയ സമാധാനം ഒഴുക്കണമേ. നാളെ ഒരു പുതിയ തുടക്കമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, എല്ലാ ആകുലതകളെയും മാറ്റുന്ന നിന്റെ സമാധാനം ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ നൽകുവാൻ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന കർത്താവെ, നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ യുവതലമുറകൾ, മക്കൾ
കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനയിൽ നിന്നും, നിസ്സഹായ അവസ്ഥയിൽ നിന്നും നീ തന്നെ ഞങ്ങളുടെ മക്കളെ, കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. ഇന്ന് നിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്റെ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അസമാധാനം വിളമ്പുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിലേക്ക് തിരിയുന്നതിനു വേണ്ടി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും അനുതാപത്തോടെ ക്രിസ്തുവിലേക്ക് തിരിയുന്നതിനും, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറയുന്നതിനും, ക്രിസ്തുവിന് സാക്ഷികളായി മാറുന്നതിനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ രാജ്യത്തെ മുഴുവൻ, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ദൈവത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അക്രമത്തിൽ നിന്നും അനീതിയിൽ നിന്നും ഈ രാജ്യത്തെ നീ രക്ഷിക്കണമേ. നിന്റെ കരം ഞങ്ങളെ രക്ഷിക്കാൻ തക്കവണ്ണം ശക്തമാണ്. അതിനാൽ ഈ രാജ്യത്തിൽ നിന്ന് സകല അനീതിയും തുടച്ചു നീക്കി, അസമാധാനവും അക്രമവും തുടച്ചു നീക്കി, അന്ധകാര ശക്തികളുടെ എല്ലാ വാഴ്ചകളും നീ ശക്തമായി തകർത്തെറിഞ്ഞ് ഈ രാജ്യത്തെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ രക്ഷിക്കണമേ, ഞങ്ങളുടെ ഭാവി തലമുറകളെ നീ രക്ഷിക്കണമേ. ഈ രാത്രിയിൽ വിഷമത്തിലും വേദനയിലും മനോദുഃഖത്തിലുമായിരിക്കുന്ന എല്ലാവരെയും മാനസിക പിരിമുറുക്കത്തിൽ നിന്നും, സമ്മർദ്ദത്തിൽ നിന്നും, ഡിപ്രഷനിൽ നിന്നും, സ്ട്രെസ്സിൽ നിന്നും നീ പൂർണ്ണമായി വിടുതൽ നൽകി, സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആകുലതകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളെ, ഈ പ്രാർത്ഥന എത്തുന്ന കുടുംബങ്ങളെ, സ്ഥലങ്ങളെ, രാജ്യങ്ങളെ നീ വിശുദ്ധീകരിച്ച് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന നാഥ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന നാഥ, അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, രക്ഷകനായ ഈശോയെ, സൗഖ്യദായകനായ ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിന്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എല്ലായിടവും സമാധാനം കൊണ്ട് നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും, ഭയത്തിൽ നിന്നും, ആകുലതകളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും നമ്മെ കാത്ത് സംരക്ഷിച്ച് എല്ലാ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നും, ആകുലതകളിൽ നിന്നും കർത്താവ് പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി ഈ രാത്രിയിൽ സുരക്ഷിതമായ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അനേകർക്ക് ആശ്വാസം പകരുന്ന ഈ പ്രാർത്ഥനയിൽ ദൈവം ശക്തമായി ഇടപെട്ട് ഈ ലോകം മുഴുവനും സമാധാനം സ്ഥാപിക്കാൻ നിങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ, ഈ ലോകം മുഴുവനോടുകൂടെ, ഇന്ത്യ മഹാരാജ്യം മുഴുവനായി ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.